പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ ടെലിഫോണിലുണ്ട്. സി ആർ, ഏറെക്കാലമായി 2009 മുതലൊക്കെയുള്ള ഈ പ്രതിസന്ധിയും ചർച്ചയും എത്ര തവണ നമ്മൾ ഇത് രണ്ട് സംസ്ഥാനങ്ങളൊക്കെ ഇരുന്ന് ചർച്ച ചെയ്തു. അങ്ങനെ ഒരു വന്യജീവി സങ്കേതത്തിലൂടെയുള്ള യാത്രയുടെ ബുദ്ധിമുട്ടുകളും അതിൻ്റെ പാരിസ്ഥിതികമായിട്ടുള്ള പ്രതിഫലനങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊരു പുതിയ ഒരു നിർദ്ദേശമെന്ന നിലയിൽ സുപ്രീം കോടതിക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ ഈ കുട്ടാ മലപ്പുറം സാമ്പത്തിക ഇടനാഴി എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കാൻ പോകുന്നത്. ഒരു തരത്തിലും ഈ പരിസ്ഥിതി അല്ലെങ്കിൽ ഈ വന്യജീവികൾക്ക് ഇടപെടലിന് വഴിയൊരുക്കാത്ത നിലയിലുള്ള ഒരു നിർദ്ദേശമെന്നാണ് അവതരിപ്പിക്കപ്പെടുമ്പോൾ പറയുന്നത് ആമുഖമായി. ഇതിനെ താങ്കൾ എങ്ങനെ കാണുന്നുണ്ട് ഈ നിർദ്ദേശത്തെ? വയനാട്ടിലുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, വയനാട് മാത്രമല്ല, ഇപ്പൊ കോഴിക്കോടുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മൈസൂരിലേക്ക് ഉള്ള യാത്ര എന്ന് പറയുന്നത്, കർണാടകയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് വലിയ ദുരന്തമാണ്. ഇപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ബന്ദിപ്പൂർ വനം സംരക്ഷിക്കണം എന്ന നിലപാടുള്ള ആള് തന്നെയാണ് ഞാൻ. പക്ഷേ ജനങ്ങളുടെ യാത്രാ പ്രശ്നം ഇപ്പോൾ വളരെ കൂടുതലാണല്ലോ. രാത്രി യാത്രാ നിരോധനം മൂലം അതിൽ ഒരു അല്പം പോലും അയവ് വരുത്താൻ രണ്ടു കൂട്ടരും തയ്യാറല്ല, കേന്ദ്ര സർക്കാരും കർണാടക സർക്കാരും. സുപ്രീം കോടതി ഇനി അതിലെങ്ങനെ ഇടപെടും എന്ന് നമുക്കറിയില്ല. തീർച്ചയായും ഒരു ബദൽ മാർഗം എന്ന നിലയിൽ ഏത് ബദൽ മാർഗവും പാരിസ്ഥിതികമായി നിലനിൽക്കുന്നതും ജനങ്ങൾക്ക് ഗുണകരമാവുന്നത് ഏത് മാർഗത്തെയും നമ്മളെ പോലുള്ളവർ പിന്താങ്ങുന്നതാണ്. കുട്ട വഴിയുള്ള മാനന്തവാടി കുട്ട എന്ന് പറയുന്ന ആ റൂട്ട് തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടതാണ്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിനും കർണാടക പരിസ്ഥിതിക്കും കുഴപ്പമില്ലാത്ത രൂപത്തിൽ ഈ പ്രശ്നം പരിഹരിക്കണം എന്ന് തന്നെയാണ് എന്നെ പോലെയുള്ള ആളുകൾ കാണുന്നത്. തീർച്ചയായും വലിയ സാമ്പത്തിക ബാധ്യതയൊക്കെ ഉണ്ടാകുന്നതാണ് എന്ന തരത്തിലൊക്കെ ഇത് ഈ ഒരു പുതിയ നിർദ്ദേശം എന്തായാലും വരില്ല, അല്ലെങ്കിൽ അതിനൊക്കെ വലിയൊരു കടമ്പകളുണ്ട് എന്നാണ് നമ്മൾ കരുതിയത്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ആത്യന്തികമായി ജനങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുക. അവിടെ കർണാടക പലപ്പോഴായി ഒരു തരത്തിലും ഇതിൽ ഡൈല്യൂട്ട് ചെയ്യാൻ ഇല്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ ഇത് പുതിയൊരു നിർദ്ദേശം വരുമ്പോൾ ഇനി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെയൊക്കെ നിലപാടുകളൊക്കെ ഇനി വരേണ്ടതുണ്ട് ഈ പാതയുമായി ബന്ധപ്പെട്ടൊക്കെ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരുപാട് കടമ്പകളുണ്ട്, എങ്കിലും ഒരു സാധ്യമായ ഒരു നിർദ്ദേശം എന്ന നിലയിൽ അത് പരിഗണിക്കാവുന്നതാണ്. സാമ്പത്തിക ബാധ്യതയെ കുറിച്ച് ഞാൻ അത്ര ബോധേടല്ല. എന്റെ കാര്യത്തിൽ കൂടി വന്നു കഴിഞ്ഞാൽ 10, 9 അല്ലെങ്കിൽ 100% തന്നെ വർധനവുണ്ടായാലും ബന്ദിപ്പൂർ വനം സംരക്ഷിക്കപ്പെടുന്നു എന്നൊരു കാര്യമുണ്ട്. കാര്യം നടക്കുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. സംഭവം ഒരു പാത നമുക്ക് ലഭ്യമാകുന്നു എന്ന വിഷയമുണ്ട്. കാരണം ജനങ്ങളുടെ ബുദ്ധിമുട്ടിന് ഇതൊന്നും പരിഹാരമല്ലല്ലോ, അതിന്റെ മൂല്യം നമുക്ക് ഇടാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് എല്ലാ ജനങ്ങൾക്കും സഞ്ചരിക്കാൻ കഴിയുന്ന വഴി എന്ന അർത്ഥത്തിൽ ഒറ്റ വഴിയുള്ള ഒരു വഴി അല്പം ചെലവ് കൂടിയാലും പാരിസ്ഥിതികമായ വനത്തിന്റെ മൂല്യം നമുക്ക് പറയാൻ പറ്റില്ല. വനത്തിനുണ്ടാവുന്ന എത്രയോ അതിന്റെ മൂല്യമൊക്കെ നമ്മളിപ്പോൾ പ്രത്യേകിച്ചും കാലാവസ്ഥാ മാറ്റത്തിന്റെ ഒരു അവസ്ഥയിൽ കണക്കിലെടുത്താൽ തീർച്ചയായും വനത്തിന്റെ സംരക്ഷണത്തിന് എത്ര പണം കൊടുക്കാം എന്ന ചോദ്യമുണ്ട്. പല രാജ്യങ്ങളും അതുകൊണ്ട് തന്നെ പാരിസ്ഥിതിക സംരക്ഷണത്തിന്റെ കോസ്റ്റ് അവരുടെ പദ്ധതിയുടെ കോസ്റ്റിൽ എടുക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ എടുക്കുമ്പോൾ തീർച്ചയായും ഒറ്റ വഴിയുള്ള മാർഗം സാധ്യമാവുകയാണെങ്കിൽ അത് ജനങ്ങൾക്ക് ഗുണകരമാണ്, പരിസ്ഥിതിക്ക് ഗുണകരമാണ്.